ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരിത്തിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസ്വാസ്ഥ്യം തോന്നിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. പ്രത്യേകിച്ചും ഇത് ചെയ്തിട്ടുള്ളവർക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ ഇത് സമൂഹത്തിൽ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഡൗറി ഗിഫ്റ്റ് അതൊക്കെ വേറെ, അതുകൊണ്ട് ഇത് ഇനിയൊരു അനാചാരമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, അത് എവിടെ ആയിക്കോട്ടെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതറ്റത്തേക്കാണെങ്കിലും ഒരു ചില ആചാരങ്ങൾ, അത് ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമുണ്ടായിരിക്കും. പക്ഷെ ഒരിടത്ത് സംഭവിച്ചത് ഞാൻ പറയാം. എറണാകുളം ഏരിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഇത്തിരി ഇങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം കുറച്ച് കുറവാണ്. നല്ലൊരു ബന്ധം കിട്ടിയാൽ തന്നെ ഓക്കെ, അതാണ് അവരുടെ ഒരു മോട്ടോ എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കൊച്ചിൻ ആ ഏരിയയിലേക്കല്ല, ഫോർട്ട് കൊച്ചി ആ ഏരിയയിലേക്കല്ല ഞാൻ പറയണം. അവിടെയൊക്കെ കുറച്ച് ഇച്ചിരി പൊങ്ങച്ചം കൂടുതലാണ്. അല്ലാതെയുള്ള ഏരിയകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് കൂടുതൽ അനാചാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ എറണാകുളം സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് കോട്ടയം അങ്ങനെ 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 പോകുമ്പോൾ ഓരോരോ ആചാരങ്ങളാണ്. അതിൽ ഒരെണ്ണമാണ് ഈ പുടവ കൊടുക്കൽ എന്ന് പറയുന്ന സംഭവം. ദൂരം കാരണം, സപ്പോസ് ഈ കുട്ടി കോട്ടയം അങ്ങോട്ട് കഴിഞ്ഞ് ഒക്കെ പോകുന്നതാണ്, തിരുവനന്തപുരം കൊല്ലമൊക്കെ ആണ്, എറണാകുളത്തു നിന്നാണ് പെൺകുട്ടിയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും ഒക്കെ ഉള്ള സമയദൈർഘ്യം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഈ അന്നത്തെ ദിവസം ഹറിബറി ആയിട്ടല്ലല്ലോ ഇപ്പം എല്ലാവരുടെയും ഒരുക്കമൊക്കെ തലേൻ്റെ തലേ ദിവസമൊക്കെ ആരംഭിക്കും അല്ലേ. പെൺകുട്ടിയുടെ സാരി വെച്ചിട്ട് ഒരു മോക്ക് മേക്കപ്പ് ഒക്കെ നോക്കും. ഡ്രസ്സ്, സാരി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ആഭരണങ്ങൾ, ഇതൊക്കെ ഭയങ്കര വിപുലമായ ചടങ്ങുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം മുമ്പെങ്ങാനും ഈ പുടവ കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് പെങ്ങന്മാർ കൊടുക്കുന്നതായിട്ട് കാണിക്കും. പണ്ടത്തെ ആചാരത്തിൽ പുടവ കൊടുക്കൽ എന്ന് പറയുന്നത്, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിനക്ക് ഞാൻ വസ്ത്രവും ആഹാരവും എല്ലാം തന്ന് നിന്നെ എൻ്റെ ജീവിതസഖിയാക്കുന്നു എന്ന് പറഞ്ഞ് പയ്യന്മാരാണ് കൊടുക്കേണ്ടത്. അത് ഒരു അനാചാരമാക്കി മാറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു പവിത്രമായ ഒരു ചടങ്ങല്ലേ. അതിന് പോയിട്ട് ഈ പയ്യൻ്റെ വീട്ടിലെ പെങ്ങന്മാരില്ലെങ്കിൽ കസിൻസ്, അതും അല്ലെങ്കിൽ കസിൻസിനെ കൊണ്ട് കൊടുപ്പിച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന ഈ അനാചാരത്തിൻ്റെ ഗിഫ്റ്റ് കൈവിട്ട് പോയാലോ എന്നോർത്ത് അമ്മമാർ തന്നെ കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഒരു വള കൊടുക്കണം, വളയെന്നല്ല, എന്തെങ്കിലും സ്വർണത്തിൻ്റെ ഉരുപ്പടി കൊടുക്കണം. അത് മിക്കവാറും ചിലരൊക്കെ വള കൊടുക്കണം പെങ്ങൾക്ക് ഈ സാരി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് എവിടത്തെ ന്യായമാണ്? എന്തിനാണ് വരൻ്റെ പെങ്ങൾക്ക് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നത്? നാണക്കേടല്ലേ അത്? അത് ചില സ്ഥലങ്ങളിൽ പറയും, ഞങ്ങൾ പുടവ കൊണ്ടുവരുമ്പോൾ വധു കൊടുക്കണം, പെങ്ങൾക്ക്, പയ്യൻ്റെ പെങ്ങൾക്ക് ഒരു വള കൊടുക്കണം. എന്ത് ആചാരമാണ് ഇതെല്ലാം? പെണ്ണിൻ്റെ വീട്ടുകാർ ആ പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ഗിഫ്റ്റോ ഡൗറിയോ എന്നൊക്കെ ഉള്ള പേരിൽ, ഡൗറി എന്നുള്ള പേര് പറയുന്നില്ല, കാരണം അത് 2 പേർക്കും നല്ലതല്ല, അത് 2 കൂട്ടർക്കും. സോ അത് പ്രൊപ്പഗാൻഡ ചെയ്യുന്നതും ശരിയല്ല. എന്തെങ്കിലും ഒരു ആടയാഭരണങ്ങൾ ഇട്ട് മക്കളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെ ഒരു മോഹമാണല്ലോ. ഏത് സാധാരണ അച്ഛനമ്മമാരും ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിൽ അവർക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന രീതിയിൽ ആഭരണങ്ങളോ സാരികളോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്വന്തം പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നെടുത്ത് എവിടെ നിന്നാണ് ഈ ആചാരങ്ങൾ കൊണ്ടുവരുന്നത്? പോട്ടെ, ഇതും കഴിഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയണേ. 4-ാം പക്കം ഇത് കാണാൻ വരും. അടുക്കള കാണൽ എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട്. എന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട്ടിലെ അടുക്കള കാണാൻ വരുന്നു. ഈ പയ്യനും ഈ പെൺകുട്ടിയൊന്നും ഇവിടെയൊന്നും ആയിരിക്കില്ല ജീവിക്കാൻ പോകുന്നത്. അതിന് അമ്മായിയമ്മയുടെ അടുക്കള കാണാൻ പോകുന്ന ഒരു ചടങ്ങ്. എന്തിനാ ഇതൊക്കെ അല്ലേ? എന്നിട്ട് അവിടെ അന്ന് വരുമ്പോൾ ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരണമെന്ന്. വൈ? ഞാനിത് അന്നേ ചോദ്യം ചെയ്തോ കേട്ടോ. ഇപ്പോഴും മാത്രമല്ല, ഞാൻ അന്നും എങ്ങനെ തന്നെയായിരുന്നു. എവിടെ നമ്മൾ താമസിക്കാൻ പോകുന്നു അന്ന് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതായത് ഫ്രിഡ്ജോ ടിവിയോ, ടി വി അല്ല, വാഷിംഗ് മെഷീനോ, ഇങ്ങനെയൊക്കെ ആണല്ലോ ചടങ്ങുകൾ. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ ആ പെൺകുട്ടിക്കും ആ പയ്യനും അവർ താമസിക്കുന്ന സ്ഥലത്ത് ഉപകാരമാക്കി അത് വാങ്ങിച്ചു കൊടുക്കും. എന്തിനാണ് ഈ അച്ഛനമ്മമാരുടെ വീട്ടിലേക്ക് ഇത് വാങ്ങിക്കുന്നത്? ഒരു മകനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു മണിയറ പോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, അറിയാവോ?
അച്ഛന്മാരധികം ഇതിൽ ഇടപെടാറില്ല, അമ്മമാരുണ്ട്. 1-2 ദിവസത്തേക്ക് കൊടുക്കും ഒരു മുറി, പിന്നെ ഫുൾ അവരതങ്ങോട്ട് സബാട്ടേജ് ചെയ്തെടുക്കും. ഇതും പോട്ടെ, വീട്ടിലേക്ക് വന്ന് കയറൂലേ, അപ്പോൾ ഒരു വിളക്ക് കൊണ്ടുപോകണം. ആ വിളക്ക് പിടിച്ച് വേണം നമ്മൾ കയറാനായിട്ട്, പെൺകുട്ടികൾ. എന്നിട്ട് അത് കയറി അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അമ്മായിയമ്മയുടെ കയ്യിലോട്ട് വള വെച്ച് കൊടുക്കണമെന്ന്, വള ഇട്ട് കൊടുക്കണമെന്ന്. ഇതെന്ത് ന്യായം? ഇതെവിടത്തെ ന്യായം? ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഇതിനൊക്കെ എതിരായിട്ട് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയണം പെൺകുട്ടികളുടെ വീട്ടുകാർ. എന്ത് സംഭവിക്കും? അങ്ങനെ ആ സമയത്ത് മുറിഞ്ഞു പോകുന്ന ബന്ധമാണെങ്കിൽ അത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത്തരത്തിലുള്ള ആചാരങ്ങളും ദുരാചാരങ്ങളും. പക്ഷെ എന്താണെന്നറിയാമോ, ഞാൻ ഇപ്പം ഇരുന്ന് പറയുന്നത്, അന്ന് ഞാനും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ അമ്മ എനിക്ക് തന്നതിൽ നിന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു. കാരണം ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ, ഇതിവിടുത്തെ നാട്ടുനടപ്പാ എന്നൊക്കെയാണ് പറയുന്നത്. ഇത്ര വർഷമായി, ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ലേ, നിന്നിട്ടില്ലേ? എല്ലായിടത്തും ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയപ്പോൾ കണ്ടു, അവിടുത്തെ ആ മകളെ കല്യാണം കഴിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. 10 പവൻ്റെ നെക്ലസും കമ്മലും എല്ലാം കൂടെ ഒരു സെറ്റ് ആ പെൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, ഈ കുട്ടിയുടെ അമ്മ. അതവർക്ക് നീ നല്ല പേര് മേടിക്കാനാണോ അല്ലെങ്കിൽ അവർ ചോദിച്ചതുകൊണ്ടാണോ അവർ സ്വന്തമായിട്ട് കൊടുത്താണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഉള്ളവരിങ്ങനത്തെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും, ഓരോ കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലേ, നമ്മൾ ഇത്രയും സ്വർണ്ണം മോക്ക് കൊടുക്കണ്ടല്ലോ, അപ്പോൾ അതിന് കൊടുത്തേക്കാന്ന് കരുതി നല്ല മനസ്സോടുകൂടി ചെയ്തതാണെങ്കിൽ ഓക്കെ. പക്ഷെ അതൊരു പിന്നീട് ഒരു ആചാരമായിട്ട് വരും. പിറ്റേ ദിവസമോ അങ്ങനെ ഏതാണ്ട് അടുക്കള കാണാൻ ചെന്നപ്പോൾ അവരങ്ങനെ കൊടുക്കുന്നു. ഞങ്ങളെല്ലാവരും ആ വീട് കാണാൻ പോയപ്പോൾ ഞാൻ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? സ്വർണത്തിന് കൈ തൊട്ടാ പൊള്ളുന്ന വിലയാണ്. ഒരു അച്ഛനൊക്കെ ചിലപ്പോൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ എത്രയും പദവിയിലിരുന്ന് റിട്ടയർ ചെയ്തവർക്ക് പോലും 1 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത് മാസം പെൻഷൻ. അതില്ലാതെ കിട്ടിയ പൈസ അവർ സൂക്ഷിച്ചു വെച്ചായിരിക്കും മകളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊക്കെ നാണാവില്ല? വാങ്ങിക്കുന്നവർക്ക് അത് കയ്യിലിട്ടുകൊണ്ട് നടക്കാനും കഴുത്തിലിടാനും ഒക്കെ. അല്ല, ഞങ്ങൾ അങ്ങനത്തെ ഇതൊന്നും സ്വീകരിക്കുന്നതല്ല എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ അച്ഛൻ, ആ ആൺവീട്ടുകാർ എന്തൊരു ബഹുമാനമായിരിക്കും അവരോട്. അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ മോള് തന്നെ എടുത്തോളൂ, വെച്ചോളൂ എന്ന് പറയണ്ടേ? ഇതങ്ങനെയല്ല, കിട്ടുന്നതെല്ലാം പോരട്ടെ എന്നുള്ള തൂമ്പയുടെ സ്വഭാവം. എന്തിനാണ് ഇങ്ങനെ? ഞാൻ വല്ലാതെ വിക്ഷുബ്ധമാകും എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു കൊച്ചുണ്ടാകാനാണെങ്കിൽ ആ കുട്ടിയുടെ സകല പ്രസവ ചെലവും ആദ്യത്തെ പ്രസവത്തിൻ്റെ അമ്മ വീട്ടുകാർ നടത്തണം. ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ നടത്തണം. അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ അണിയാനുള്ള ഇടാനുള്ള ആഭരണങ്ങൾ കൊടുക്കണം. പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരഞ്ഞാണ ചരട് കൊണ്ടുവന്ന് കെട്ടും. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം എന്തിനാണ്? ഇതൊന്നും വേണ്ടല്ലോ. ഈ അരഞ്ഞാണം വരെ നമ്മൾ തന്നെ, അതായത് കുട്ടിയുടെ അച്ഛനമ്മമാർ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ അവർക്ക് പൈസയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിലും ഈ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചിലതൊക്കെ ഒന്ന് പണയം വെക്കുകയോ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തിക്കൂടെ? അതെന്താ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്? ആരും ചിന്തിക്കുന്നില്ല. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു പാവം, കഷ്ടപ്പെട്ട് കാര്യങ്ങൾ നടത്തി തന്നു. കാരണം അന്നൊന്നും ഈ 26-27 വർഷത്തിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനും ഇത് പഠിച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നില്ലെന്ന്. ഇല്ല, എൻ്റെ കാര്യങ്ങൾ നടന്നത് എല്ലാം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ പല കാര്യങ്ങളായിട്ട് ഞാനും തിരിച്ച് അമ്മയ്ക്കും അച്ഛനും ചെയ്തു കൊടുത്തു. അപ്പോൾ പിന്നെ ആ ചെയ്തതിൻ്റെ കണക്കുകളൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങളാരും ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ ചിലപ്പോൾ ഇനി ഇത് ചിന്തിക്കാത്തത് കൊണ്ടാണോ, ഞാൻ അന്ന് ചിന്തിക്കാതിരുന്നത് പോലെ, അതുകൊണ്ട് പറയുകയാണ്. കുറേ പേര് ഇപ്പോൾ മാറി ചിന്തിക്കുന്നുണ്ട്. എല്ലാവർക്കും എനിക്ക് അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജൂനിയർ ലോയറായിട്ട് പോലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം മകളുണ്ടാകാനായിട്ട് മകളുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ജോലിയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്നവർക്ക് ഒരു സഹായം എന്നുള്ള നിലയിൽ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതൊരു പോയിന്റ്. എന്തിനാണ് നിങ്ങളുടെ പ്രായമായ അച്ഛനെയും അമ്മയെയും നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ അത് ചെയ്തതാ ഇത് ചെയ്തതാ എന്ന് പറയുന്നത്? അത് സ്റ്റോപ്പ് ദാറ്റ്. സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് മാത്രം ചെയ്യുക. ഞങ്ങളെ കൊണ്ട് പറ്റുന്നേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ കടമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാലും അച്ഛനും അമ്മയൊന്നും എൻ്റെ വിവാഹശേഷം എനിക്ക് ഒരുപാടൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. കൂടെ വന്ന് നിന്ന് എൻ്റെ മകളെ നോക്കി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മകളെ വീട്ടിൽ കൊണ്ടുപോയി നോക്കുന്നുണ്ട്. അതൊക്കെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറ്റുന്നത് ചെയ്താൽ മതി നിങ്ങളെല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതലായിട്ട് ഓവറായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. പെൺമക്കൾക്കാണെങ്കിലും ആൺമക്കൾക്കാണെങ്കിലും. ഇത് ചില പെൺമക്കളുടെ വീട്ടുകാർ
എല്ലാം. പിന്നെ രണ്ടാമത് കുട്ടി ഉണ്ടാകുമ്പോൾ പോലും ഉണ്ടല്ലോ, ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചുരണ്ടി എടുത്ത് കംപ്ലീറ്റ് അവർക്ക് കൊടുക്കാൻ നോക്കും, ഈ രണ്ടാമതുണ്ടായ കുട്ടിക്കും. അതൊരാവശ്യവും ഇല്ല. അങ്ങനെയുള്ള ചില അമ്മമാരും ഉണ്ട്. അങ്ങനെ 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 കുടുംബം എപ്പം നോക്കിയാലും ദരിദ്രമായിട്ടിരിക്കും. അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഏത് ഈ പെൺവീട്ടുകാരുടെ കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നു നോക്കൂ. ആരും നിങ്ങളെ കുറ്റമൊന്നും പറയാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെയും ആ പെൺകുട്ടിയെയും അവരുടെ ഹസ്ബൻഡിനെയും അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവർക്ക് ഒരു കിടക്കാനുള്ള സ്ഥലം കൊടുക്കുന്നതിൽ, അവർ വിസിറ്റ് ചെയ്യുമ്പോൾ അവരെ ഗസ്റ്റായിട്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ അവർക്ക് ഗസ്റ്റിൻ്റെതായ ഒരു പരിഗണന എല്ലാത്തിലും കൊടുക്കണം. അത് നീ എൻ്റെ മോളല്ലേ, എവിടെ വേണമെങ്കിലും കിടന്നോളും എന്നുള്ള ആ ഒരു ഇത് കാണിക്കരുത്. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റൂമൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും. പക്ഷേ പലപ്പോഴും ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എനിക്ക് ആ റൂം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 1-2 പ്രാവശ്യം ഒട്ടകത്തിന് റൂം കൊടുത്ത അവസ്ഥയായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തുറന്നു പറയുമ്പോൾ എല്ലാവരും പറയും അവർ അഹങ്കാരിയാണ്, അവർക്ക് തോന്നിയത് അല്ല. ഞാൻ പറയുന്നത് നമ്മുടെ സന്തോഷത്തിൽ ഹനിക്കപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങൾക്ക് അതൊരു വിഷമാവുകയല്ലേ. ഞാൻ ഹാളിൽ കിടക്കേണ്ടി വന്നു പായ വിരിച്ച്, എന്ത് കാര്യത്തിന്? എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ എല്ലാവർക്കും ഒക്കെ കിടക്കാൻ കൊടുത്തിട്ട് ഞാൻ പറയുന്ന നമ്മൾ കിടക്കുന്ന സ്ഥലം ആർക്കും ഒഴിഞ്ഞു കൊടുക്കണ്ട. ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കൂ. എന്താ പറയണേ, ഡ്രോയിങ് റൂം. എപ്പോഴും ഞാൻ അമ്മയോടും അച്ഛനോടും പറയും, അയ്യോ മോളെ അങ്ങനെയൊന്നും പറയരുത്, അതിഥി ദേവോഭവ. കൊള്ളാം, അതിഥി ദേവോഭവ ജസ്റ്റ് ഫോർ 1 day or 2 days മാക്സിമം. ഒരാഴ്ചയ്ക്ക് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അതിഥി ദേവോഭവയാവോ? നമുക്ക് ദേഷ്യം വരില്ലേ? എത്ര ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും അച്ഛൻ പല സ്ഥലങ്ങളിൽ ജോലിയായിരുന്നത് കൊണ്ടേ അമ്മ അതൊക്കെ കൊടുക്കും. ഞാൻ പിന്നെ പറയും, അമ്മ എന്തിനാ അമ്മ നമ്മുടെ റൂം കൊടുത്ത? അയ്യോ അവരൊക്കെ എന്ത് പറയും, അവരെന്തെങ്കിലും പറയട്ടെ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് റൂം ആക്കി വെക്കണം, ഏതെങ്കിലും ഒരു റൂം, എന്നിട്ട് അതാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇല്ലാത്തവർ ഇപ്പോൾ ഒരു 2 റൂം, ഞാനൊന്നും പറഞ്ഞു 1 ബെഡ്റൂമേ ഉള്ളൂ 2 ബെഡ്റൂമേ ഉള്ളിടത്ത് അങ്ങനെ നൈറ്റ് സ്ലീപ്പിങ്ങിന് പോവാതിരിക്കുക മറ്റുള്ളവർ. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. അനാചാരങ്ങൾ ഇങ്ങനത്തെ ഇതെല്ലാം അങ്ങോട്ട് കളയണമെങ്കിൽ ഇന്നത്തെ ജനറേഷൻ നമ്മുടെ അച്ഛനമ്മമാരോട് പറയണം, അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ നടപ്പില്ല. നേരെ നിന്ന് പറയാൻ നട്ടലുള്ള ആമ്പിള്ളേരുണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടോ? ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ പറയുക തന്നെയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ ജീവിക്കാൻ പോകുന്നു, അതിനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ആദ്യം തന്നെ. അപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പതുക്കെ കല്യാണം കഴിച്ചാൽ മതി ഉണ്ടാക്കിയിട്ട്. അച്ഛൻ്റെയും അമ്മയുടെ അടുത്തുനിന്ന് 1 വള 2 വള 3 വള ഓരോരോ ചടങ്ങിനെന്നും പറഞ്ഞ് അവരുടെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കലൊന്നും നടക്കില്ല ഇന്നത്തെ കാലത്ത്. അത് അത്ര നല്ല പ്രവണതയല്ല. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്തിരിക്കണ്ടേ? പേടിയാണ് എല്ലാവർക്കും. കല്യാണം മുടങ്ങി പോവോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എൻ്റെ മോളെ പറ്റി? എന്ത് വിചാരിക്കാനാ? ഒന്നുമില്ല. എന്ത് വിചാരിക്കണമെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കണം. ഇതൊക്കെ കൊടുത്തവർക്ക് ഈ എന്ത് വിചാരിക്കൽ ഇല്ലായികയുണ്ടോ? ഇതെല്ലാം കൊടുത്തു പോയ ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം. എനിക്കിത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഇതൊരു കുട്ടി ഇന്നലെ DM ഇട്ടതാണേ. ആ കുട്ടി പറയണേ, എൻ്റെ ചേച്ചി ഈ ആചാരങ്ങളൊക്കെ ഒന്ന് നിർത്തിയാലേ, എനിക്ക് 26 വയസ്സുള്ളൂ, എനിക്ക് പറയാൻ പേടിയാണെന്ന്. അതെന്ത് ചെയ്യും? അന്നൊക്കെ എല്ലാവർക്കും ഈ 26, 27 വയസ്സുള്ളവരാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നതേ. അപ്പോൾ അവർക്ക് പറയാൻ പേടിയായിരിക്കും. അപ്പോൾ എന്നെ പോലുള്ളവർ ഇങ്ങനെ ഇതിൽ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും ഈ കേൾക്കുന്ന ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ കുറേ പേരുണ്ട് കേട്ടോ എന്നെ കേൾക്കുന്നവർ. അവർ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പറയാം, മോളെ എനിക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന അത് നിങ്ങൾ യൂസ് ചെയ്തോളൂ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. മോളുടെ അച്ഛനും അമ്മയും തന്നത് മോൾ യൂസ് ചെയ്തോളൂ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അല്ലെങ്കിൽ ആ വളയവൽ ഇടുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും കൊടുത്തു നോക്കൂ. കുട്ടി വളയിട്ടു, ശരി സമ്മതിച്ചു, ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇതാ മോളെ അമ്മയുടെ ഒരു നെക്ലസ്സാ, ഇത് മോൾ ഇട്ടോളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ പറ്റൂല. ഞാൻ പറയുന്നത് മധ്യവർഗം എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരായ കല്യാണ ദൂർത്തും ആർഭാടവും കാണിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ, പാവങ്ങളോടല്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഇതൊന്നും പ്രതീക്ഷിക്കുകയില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ നടക്കുകയുമില്ലല്ലോ. അപ്പോൾ അത് ഈ ഒരു ചടങ്ങ് 2-3 വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആൻറ്റി കൊടുത്ത പോലെ ചിലപ്പം ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് കൊടുത്തതായിരിക്കും. അത് മറ്റുള്ളവരില്ലാത്തവർ കണ്ടിട്ട് വീട് പണയം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആരടയ്ക്കും പിന്നെ ഈ ലോണൊക്കെ? ഈ കൊടുത്തവർ കൊണ്ട് തരുമോ നിങ്ങൾക്ക്? ഈ വള എടുത്തോ, നിങ്ങളുടെ ഒരു മാസത്തെ EMI അടച്ചോ എന്ന് പറഞ്ഞ് ആരും ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത്തരം ആചാരങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലേ ഞങ്ങൾക്കേ പന്തലിൽ വെച്ച് പയ്യൻ തന്നെ തന്നാൽ മതി കേട്ടോ. ഈ പുടവ കൊടുക്കൽ ഒരു ആചാരമല്ലേ, നല്ല ഒരു ഇതല്ലേ അത്. അപ്പോൾ അത് കല്യാണ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് പയ്യൻ തന്നെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാം.
അപ്പോൾ ആ ഒരു കോൺഫ്രണ്ടേഷനും അവോയ്ഡ് ചെയ്യാം, ആ ഒരു ചടങ്ങും അവോയ്ഡ് ചെയ്യാം. ഇത്തിരി സമയം ആ പാരലറുകാർ അവിടെ നിന്നൊന്ന് ഉടുപ്പിച്ച് കൊടുക്കണം, ഏതെങ്കിലും ഒരു ഹാളിൻ്റെ പുറയിലോ അവിടെ റൂംസ് ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ, അതേ വേണ്ടൂ. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ചടങ്ങുകളിലേക്ക് പോകാം. 2-3 സാരികളൊക്കെ മാറുന്ന ചടങ്ങുണ്ടായിരുന്നില്ലേ പണ്ട്, അതൊക്കെ ഒരു രസമുണ്ട് അല്ലേ? മൂണ്ടാനായിട്ട് പോകുമ്പോൾ ചിലർ സെറ്റ് മുണ്ട ഉടുക്കുക. ഇപ്പം കല്യാണം കെട്ടുന്നത് അമ്പലത്തിലാണെങ്കിൽ സെറ്റ് മുണ്ട് എടുത്ത് കല്യാണം കഴിഞ്ഞ് വന്ന് പുടവ വാങ്ങിച്ചിട്ട് പോയിട്ട് മാറിയിട്ട് വരുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. ഈ ദൂരമൊന്നും പ്രശ്നമല്ലല്ലോ, അപ്പോൾ ഒന്നിച്ച് നിന്നിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്, അന്ന് തന്നെ ചെയ്താൽ മതി, അതായിരിക്കും ഉചിതം. ഞാനിത് പറയുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത പെൺവീട്ടുകാരെ പിഴിയുന്ന ഏർപ്പാടങ്ങ് നിർത്തണം. പിന്നെ ഈ ഫ്രിഡ്ജും ടി വിയൊക്കെ ആരുടെയും വീട്ടിലിപ്പോൾ ഇന്ന് ഇല്ലാതില്ല അല്ലേ? അത് ഇല്ലാത്തവരുടെ അങ്ങനത്തെ ഒരു വീടായിരിക്കില്ല ഈ മധ്യവർഗത്തിനൊക്കെ ഉള്ളത്. എല്ലാം ഉണ്ടാവും, എല്ലാ സെറ്റപ്പും ഉണ്ടാവും. അപ്പോൾ അതും ഗ്രേസ്ഫുള്ളി ഈ പയ്യനും ഇതും പെണ്ണും താമസിക്കാൻ പോകുന്നിടത്ത് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. അല്ലാതെ അതെന്താണെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്കൊരു ഹെൽപ്പ് പോലെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇത് ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എന്താണ്, കുറച്ച് പഴങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മധുര പലഹാരങ്ങളോ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ അയൽവക്കത്തൊക്കെ കൊടുക്കുകയും ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ലത് ഈ അടുക്കള കാണൽ ചടങ്ങിന്. അല്ലാതെ ഫ്രിഡ്ജും ടി വിയും അതൊന്നും ഇല്ലാത്തവരാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് നാണാവില്ലേ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ട് കാണാനായിട്ട്? എന്തൊരു ആചാരമാണല്ലേ ഇത്. ആ കൊച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ധൈര്യമില്ല പറയാനും കൂടെ പറഞ്ഞു അത്. അപ്പം ശരി, ഇന്ന് ഇതിട്ടത് തന്നെ കാര്യം. പക്ഷേ എനിക്കറിയാം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇത്, കാരണം ഇത് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് തോന്നിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു വിഷയം കൊണ്ട് നിർത്തുന്നില്ല, രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അച്ഛനമ്മമാർ മക്കളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കുന്നവരാണെന്നിരിക്കട്ടെ, അവർക്ക് നിർത്തില്ല, എന്ത് ചെയ്യാൻ, അവർ കൊടുത്താലല്ലേ അവർക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുള്ളവരുണ്ട്. അത് കുഴപ്പമില്ല, അവരുടെ മരുന്നിനും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിനും ഒക്കെ ആൺമക്കളോ പെൺമക്കളോ എല്ലാം തുല്യമായിട്ട് വീതമിട്ടോ കുറച്ച് ഏറിയും കുറഞ്ഞൊക്കെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ 25 വർഷം മുമ്പ് നടന്ന ഇവരുടെയൊക്കെ വിവാഹങ്ങൾക്ക് അവരിത് കൊണ്ടു തന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊണ്ടു തന്നിട്ടും ഉണ്ടാവില്ല. അവരുടെ വീട്ടിലെ കൊച്ചുമകളുടെ മകൻ്റെ കല്യാണത്തിന് വരെ ഇവരുടെ കയ്യിൽ നിന്ന് പിരിവിട്ട് പൈസ കൊടുക്കാൻ പറയും. അതൊന്ന് നിർത്തിക്കോളൂ, അതും ഒരു അനാചാരമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതാരെങ്കിലും നമ്മൾ ആരും എടുത്തിട്ടുണ്ടാവില്ല. 25-26 വർഷം മുമ്പ് കല്യാണം കഴിച്ചവരൊന്നും അത് കിട്ടിയിട്ടും ഉണ്ടാവില്ല അവർക്ക്. അച്ഛനമ്മമാർ തന്നെ ആയിരിക്കാം അത് റോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇവർ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ആദ്യത്തെ ജനറേഷന് കൊടുത്താലും ശരി, കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പിന്നെ അവരുടെ പേരക്കുട്ടികളുടെ കല്യാണത്തിനും പുരവാസ്തുലിക്കും, നിങ്ങളത് പുരവാസ്തുവലി എന്നാണോ പറയുന്നത്, ഹൗസ് വാമിങ്ങിന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് 28, ആ വീട്ടിലെ വലിയമ്മയുടെ മോളുടെ 28, ഇതിനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഈ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം അതെങ്ങനെയാണ് ഈ മക്കൾ സേവ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ ഒരുതരം, ഇതിനെന്താ പറയുക, അതൊരു സ്കിറ്റ് കാണുകയും ചെയ്തു കേട്ടോ ഞാൻ. ഏതോ ഒരു ഇതിലവർ സ്കിറ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മക്കളെ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ 25,000 അതൊക്കെ അവർ ചോദിക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കുറച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പാർട്ടീസ്. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണം. ആ അങ്കിൾ എത്ര തന്നു? 20,000 രൂപ തന്നു കേട്ടോ കല്യാണത്തിന്. ആരുടെ കയ്യിൽ നിന്ന്? ഈ മക്കൾ കിടന്ന് കഷ്ടപ്പെടുന്നവർ, 2 ആൺമക്കളാണെങ്കിൽ 10 താ, അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ ഈ പറഞ്ഞ പരിപാടിക്ക് പോകരുത്. അതല്ല, ആ ആൺമക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഡയറക്റ്റ് കൊടുത്തോട്ടെ, ആർക്കെങ്കിലും വേണമെങ്കിൽ. അങ്ങനെ ബുദ്ധിയുള്ള ആൺമക്കളാണെങ്കിൽ കൊടുക്കല്ലേ. നിങ്ങൾ സൂക്ഷിച്ച് വെക്കൂ. പണം അതൊരു എനർജിയാണ്, നിങ്ങൾക്ക് ആവശ്യം വരും. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കല്ല നിങ്ങൾ പണം വിനിയോഗിക്കേണ്ടത്. അച്ഛനമ്മമാർക്ക് കൊടുക്കൂ, അവരുടെ കാര്യങ്ങൾ നോക്കൂ, അവർക്ക് കുറച്ച് ലക്ഷറിയൊക്കെ കൊടുക്കൂ. കാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കൂ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ വീട്ടിലൊക്കെ നല്ല ഫർണിച്ചർ ഇടുകയോ അല്ലെങ്കിൽ AC വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യൂ. അല്ലാതെ കണ്ട് അയൽപക്കത്തെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഡോണ്ട് ഡൂ ദാറ്റ്. You are not going to gain anything out of it. You are going to be losers. ഫിനാൻഷ്യൽ മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അനാചാരങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം പെടും. ഞാനിത് പറഞ്ഞു. ഇഷ്ടപ്പെടാത്തവർ എല്ലാവരും നല്ല ഭാഷയിൽ കമൻറ്റ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടവർ നല്ല ഒരു പ്രോത്സാഹനവും തരൂ. ഇതൊക്കെ പറയേണ്ടതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് സമയമെടുത്ത് പറയണം. അല്ലാതെ ഞാനിത് വീട്ടുകലഹം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ അച്ഛനമ്മമാരും അറിയാതെ ചെയ്യുന്നതാണെങ്കിലും അവരും ഒന്ന് ചിന്തിക്കും. അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ? എൻ്റെ പ്രേക്ഷകരൊന്നും അധികം അങ്ങനെ ഉള്ളവരായിരിക്കില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ അറിയാമെങ്കിൽ
അയച്ചു കൊടുക്കൂ ഈ ലിങ്ക്. ഓക്കെ, ബൈ. ശരി, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. ചെയ്തവർക്ക് നന്ദി.